എത്ര നിയമനങ്ങളാണ് റദ്ദാക്കിയത്? അപ്പൊ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആ അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമായിട്ട്. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും നിയമവിരുദ്ധമാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDF-ലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. 1-ാം തീയതിയാണ് പറഞ്ഞത്. ഇന്നലെയാണ് UDF-ന്റെ നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയത്. ഇന്നലെ വയനാട് വെച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇന്നുവരെ മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും ഇടതുമുന്നണി നേതാക്കളുടെയും ഒക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ള അരിക്കാണ്. പ്രത്യേകിച്ച് ദേശാഭിമാനിയൊക്കെ നടത്തുന്ന പ്രചരണം, ഞങ്ങൾ അവരുടെ പിന്തുണ മുഖ്യമന്ത്രിയോ ഗോവിന്ദമാഷോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത്? ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് മറുപടി പറഞ്ഞു. ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു. ആലോചിച്ചു, ഇന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇന്നലെ പതാക ഉപയോഗിക്കാത്തതിനെ കുറിച്ച് ഒരു പതാക ഉപയോഗിച്ചില്ല. പതാക ഒരു കഴിഞ്ഞ തവണ BJP ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ വിഷയമാക്കിയത്. അതിന് കൂട്ടത്തിൽ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെന്റിനെതിരായിട്ടല്ല. അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസിന് ചാറ്റാട്ടമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ജോഡോ ന്യായ യാത്രയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ അല്ലെ, അത് അയച്ചു കൊടുത്തു. എന്നിട്ടും ആവർത്തിച്ച് നുണ പറയാണ്. സത്യത്തില് നമ്മൾ ഈ നുണ പറയുന്ന ആളിനെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു. ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ അദ്ദേഹം ചോദിച്ചു, ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. അല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 ക്രിമിനൽ കേസുകളാണ് 8 സംസ്ഥാനങ്ങളിലെതിരായി ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 11 പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ്. കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ആസാം, ഡൽഹി, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. BJPക്കും സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ എന്താ? ഒന്ന് പൗരത്വ നിയമം, കർഷക സമരം, മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ഈ പിണറായി വിജയൻ വലിയ ഘോരം പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു, ഞങ്ങളാണ് പാർലമെന്റിൽ എതിർത്തത്, പോരാടിയതെന്ന് പറയില്ലേ? പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ കേരളത്തിലെ പോലീസുമല്ല ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് BJPക്കാർ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം ചെയ്തതെന്താ? പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി. മോദിയുടെ കോലം കത്തിച്ചു, അമിത്ഷായുടെ കോലം കത്തിച്ചു. ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ 628 കേസെടുത്തു. 830 പ്രതിപക്ഷ നേതാവും UDFും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും
ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ 158 കേസ് കോഴിക്കോട്, ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല. എത്ര പേരുടെ പിഴ ഈടാക്കി കേസ്, അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ്. അപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ് പൗരത്വ നിയമത്തിലടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 കേസെടുത്തതിന് അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇതാണ് ഞാൻ കേരള ഗീവൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം. അതുപോലെ AICC-ക്കാർ പറഞ്ഞു, ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നതാണ്, കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴം ഇരുന്ന് കഴിക്കുകയും. ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ? ആദ്യം ഇതിനോട് ഈ ബില്ല് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണയും നിങ്ങളോട് പറഞ്ഞതാ, ആദ്യം ഒബ്ജക്ഷൻ റൈസ് ചെയ്തതാരാ? അവതരണാനുമതി കൊടുക്കരുതെന്ന് ശശി തരൂരാണ്. അദ്ദേഹം പറയുന്നത് ഒരു മാർക്സിസ്റ്റ് MP മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതൊക്കെ എന്റെ കയ്യിൽ അതിന്റെ രേഖകളൊക്കെ ഉണ്ട്, അത് പിന്നൊരു അവസരത്തിൽ പറയാം. ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി UDF അതിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഈ ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അദ്ദേഹം ഈ നുണപ്രചരണം നടത്തണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ചു പറയും എന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. SDPIയുടെ പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനോടുള്ള സമീപനവും എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയോ? അതെന്താണ്? അപ്പൊ മുഖ്യമന്ത്രിയുടെ വാദത്തിന് ഒരർത്ഥവും ഇല്ലെന്നല്ലേ? ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവര് ഞങ്ങൾക്ക് പിന്നെ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം, നന്ദിയുണ്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. അല്ല, UDF-നാണ് പിന്തുണ തന്നിരിക്കുന്നത്. അപ്പൊ UDF-ലെ എല്ലാ ഒരു കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെ കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ വിത്തിൻ 1 hour KPCC പ്രസിഡന്റിന്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ച് പറയുമെന്നാണ് 1-ാം തീയതി. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടു. 3-ാം തീയതി, ഇന്ന് 4-ാം തീയതി, ഇന്ന് KPCC ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയാം. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലല്ലേ. അല്ല, ഇനി ഞാൻ ചോദിക്കട്ടെ, അല്ല പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്, ഒരു സംശയത്തിലും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ട പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല, അങ്ങനെ ഒന്നുമില്ല. കൃത്യമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അല്ല, ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് 2 പ്രാവശ്യം, ഇപ്പോ 2ാമത് ചോദ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ ഇത് രണ്ടും മാത്രമേ കേട്ടില്ല. നിങ്ങൾ അല്ലല്ല, വെയിറ്റ് അല്ല, ഞാൻ ആൻസർ ചെയ്തോണ്ടിരിക്കുക. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ആൻസർ. അല്ലല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഈ 2 പേരുടെ മാത്രമേ കേട്ടില്ല. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റ് ഇത് തന്നെയാണ് മറുപടി പറഞ്ഞത്. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റിനോട് ചോദിച്ചു SDPI പിന്തുണച്ചാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് വേണം, സ്ഥാനാർത്ഥികൾ എല്ലാവരുടെ വോട്ട് വേണം. ആളുകൾ വ്യക്തിപരമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്, അവരുടെ എല്ലാവരുടെ വോട്ട് വേണം. പക്ഷേ
ഒരു സംഘടന പിന്തുണ നൽകിയപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല അത് ഞാനും പറഞ്ഞ വാചകമാണ്. കാരണം അവര് പറയാനുള്ള വാചകം എന്താ? കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ്, ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ, സംഘപരിവാറിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് മതേതര പാർട്ടിയേ അല്ല, കോൺഗ്രസിന് ഫാസിസത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മറുപടി പറയണം. അതാ അങ്ങനെ ഇന്ത്യയിലെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ്. അതിനെന്താ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പിന്തുണ. അല്ല ഞാൻ പറഞ്ഞല്ലേ, നമ്മള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കാൻ ഞങ്ങളല്ലേ, ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ. ഞാൻ ചെയ്യട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി AKG സെന്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCCയിലേക്ക് ശ്രീ MM ഹസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയാം, പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. LDFന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അല്ലെന്നേ, ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് 10 എണ്ണത്തിന്റെ വിഷ്വൽ നിങ്ങൾ എടുത്ത് നോക്കിയോ. 10 പരിപാടി നടത്തിയേക്കണം. ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കും. അല്ല ഞാൻ പറയാം, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കയ്യിൽ ഒന്ന് തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. എങ്ങനെ ആ ചോദ്യം അപ്രസക്തമായ ചോദ്യം. അല്ല, ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോ അങ്ങ് ഇവിടെ പോകാൻ നേരത്ത് എന്തൊക്കെ ഉണ്ടാവും, എത്ര വണ്ടി ഉണ്ടാവും, എങ്ങനെയാണ് പരിപാടി നടത്തുന്നത്, ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പൊ അതുപോലത്തെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ദേശാഭിമാനിയുടെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ദേശാഭിമാനി ചോദ്യമൊന്നും അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട. അല്ല, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ മുന്നണിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവരും പറഞ്ഞല്ലോ, അവരുടെ പത്രസമ്മേളനത്തിലുണ്ട്, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കൂടി ആലോചിച്ചു, ഞങ്ങളുടെ ഒരു തീരുമാനം ഇതേ തീരുമാനം ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞാണ്. ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞാണ്. അത് ഞങ്ങൾ അന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു പിന്തുണ ഒരു സംഘടന നൽകുമ്പോൾ ഞങ്ങൾക്ക് UDF എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത്, എല്ലാവരുമായിട്ട് ആലോചിച്ച്, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഞങ്ങൾ പറഞ്ഞു. അത്ര ഇനി എന്തിനാ ആ വിഷയത്തിലേക്ക് പോകണം, വേറെ ഏതെങ്കിലും വിഷയം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പദവി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു സമുദായ സംഘടനയുടെയും വർഗീയ സംഘടനയും ചിന്തനയിലാണ് ഇത്രയും ആലോചന കാര്യങ്ങൾ അത് ആശങ്ക ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൈരളിക്ക് വേണ്ടി വേറെ, തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി, ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല. ആദ്യം പറഞ്ഞ 4 വാചകങ്ങൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇട്ട് നോക്കിക്കോ, ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇപ്പൊ ചോദിച്ചുകൊണ്ടാണ്, ഇന്നലെ ഞങ്ങളെല്ലാം കൽപ്പറ്റയുണ്ടായിരുന്നു. 11:30 മണിക്കാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തത്. 10 മണിക്ക് ആനി രാജയുടെ നോമിനേഷൻ കൊടുക്കാൻ പ്രവർത്തകര് കൂട്ടമായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. ആരുടെയും കയ്യിൽ CPIയുടെ കൊടിയല്ലാതെ CPMന്റെ കൊടി ഉണ്ടായിരുന്നില്ല. CPI കൊടികൾ മാത്രമായിട്ടാണ് പ്രവർത്തകർ അവിടെ വന്നത്. പിന്നെ ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇന്ന് UDFന് കൊടിയില്ല, അറിയാമല്ലോ, ഓരോ പാർട്ടിക്കും ഓരോ ചിഹ്നമാണ്. LDFനും ഇല്ല. അപ്പൊ UDFന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൊടി മാത്രം LDFനെ പിടിച്ചാണ് ആനി രാജ വന്നത്. എപ്പോ കൊടി ഉപയോഗിക്കണം, എപ്പോ കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു ചോദ്യമില്ല. ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിന്
ഇല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത് ഒന്നായതുകൊണ്ട് മറുപടി ഇത് മതി. ഓക്കെ. SDPI പിന്തുണ വേണ്ട എന്ന് ഔദ്യോഗികമായി തന്നെ UDF പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാം, പക്ഷെ സംഘടനകളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് എന്ന് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. MM ഹസനും VD സതീശനുമാണ് പത്രസമ്മേളനം നടത്തി ഇക്കാര്യം പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും പൂർണ്ണമായും എതിർക്കും എന്നും ഇരു നേതാക്കളും പറഞ്ഞു. പിന്തുണ സ്വീകരിക്കില്ല എന്നും പതാക വിവാദത്തിൽ എങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന കാര്യം മുഖ്യമന്ത്രി തങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നും പറഞ്ഞു. എന്തായാലും ഈ ഒരു വാർത്താ സമ്മേളനം വളരെ ഗൗരവതരമാണ്. VD സതീശൻ തന്നെ SDPയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. SDPയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ എന്തുകൊണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ല, ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസനും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി എല്ലാവരും വോട്ട് ചെയ്യണം, പക്ഷെ സംഘടനകളുടെ കാര്യത്തിൽ നിലപാട് ഉണ്ട് എന്ന് പറയുന്നു. MG